നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെപ്പർ ചിക്കൻ ആയിട്ടാണ്. കറിയല്ല കേട്ടോ, ഒരു ഡ്രൈ ഫോം, അതായത് നമുക്ക് റോസ്റ്റ് ഫോം എന്ന് പറയാം. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നത്. 3 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ സവാളയായാലും മതി. ഒരു 3 പച്ചമുളക്. മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളിയും നന്നായി അരച്ചത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ. അതിനുശേഷം കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം 1 ഗ്രാമ്പും 1 പട്ടയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ വറ്റമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യുക. സവാള ആഡ് ചെയ്ത് കൊടുത്ത് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആവണ്ട, ഒന്ന് വാടി വന്നാൽ മതി. വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം ഗരം മസാല, മല്ലിപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണം വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നന്നായി വഴണ്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചിക്കൻ വേവിക്കുന്നത് ആ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളം വെച്ച് വേവിക്കുന്നതാണ് ചിക്കൻ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ അഡീഷണലായിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്യാണ്. കാരണം നമ്മൾ സവാളയ്ക്ക് മാത്രമേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് വറ്റിച്ച് വഴറ്റിയെടുക്കണം. മുളക് പൊടി ചേർക്കാതെ തന്നെ നമുക്ക് നല്ല കളർ കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ, ചിലർക്ക് ഈ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് അത്ര മനസ്സിനൊരു സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിലോ കുരുമുളക് പൊടി എന്തെങ്കിലും കുറവാണെങ്കിലോ നമുക്ക് ചേർക്കാം. നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. പതുക്കെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം നന്നായിട്ട് റോസ്റ്റായിട്ട് റെഡിയായി വരുന്നുണ്ട്. സാധാരണ ചിക്കൻ കറി വെച്ച് നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിലും ആ ചിക്കന് നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.